ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? ഫുള്ളായിട്ട് കാണുക. ഇന്ന് വർക്ക് വീഡിയോ ആണ്. ഇന്ന് പക്ഷേ ഒരു വെറൈറ്റി വർക്കും ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഒരു ടാസ്ക് ചാലഞ്ചും കൂടിയാണ് കേട്ടോ. എവിടെയാണ് വെച്ചാൽ നടക്കുന്നതെന്നുള്ളത് ഞാൻ വഴിയെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഒരു 4 hours കൊണ്ടിട്ടാണ് നമ്മളിനി വർക്ക് ചെയ്യാൻ പോകുന്നത്. 4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഒരു കിടിലം സെറ്റപ്പ് ചെയ്യാനുണ്ട് വർക്കിൻ്റെത്. വെറും 4 മണിക്കൂറുള്ളൂ. കാരണം നമുക്ക് ഓൾറെഡി ഒരു വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്, ഞങ്ങളുടെ അല്ല വേറെ ആൾക്കാരുടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, വെറും 4 മണിക്കൂറേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈവനിങ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് അത് വൺ ടാസ്ക്കാണ്. എനിക്കറിയില്ല എങ്ങനെ ചെയ്യുമെന്നുള്ളത്. അങ്ങനെ ഒരു ടെൻഷനൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ നമ്മളെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എവിടേക്കോ ഒരു ചെറിയൊരു ഇത്. രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫംഗ്ഷൻ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കാരണം നമ്മളൊരു സൈഡിൽ നിന്നിട്ട് കുറച്ച് പ്രൊഡക്ഷൻ വർക്ക്സിൻ്റെ കാര്യങ്ങൾ, വെൻഡേഴ്സൊക്കെ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ജസ്റ്റ് ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം ഉച്ചയ്ക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം രാവിലെ 9:45 ആയിട്ടുണ്ട്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാൻ. ചാലഞ്ച് എന്താണെന്നും എന്ത് വർക്കാണെന്നും എങ്ങനത്തെ വർക്കാണെന്നുള്ളത് കാണാൻ നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? നമുക്ക് കാണാം. ഗൈസ്, ഇതാ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ വെൻഡേഴ്സ് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പം അവരുടെ വർക്ക്സും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ മെഷർമെൻറ്റ്സ് എടുക്കുകയും നമ്മുടെ ഇതൊക്കെ ഒരു പാനലാണ് കേട്ടോ, ബാക്ക് ഡ്രോപ്പിന് വേണ്ടിയിട്ടുള്ള. അതൊക്കെ സെറ്റിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെയാണ്. ഇവർ എറണാകുളത്ത് നിന്നാട്ടോ ഇത്രയും ലോങ് വന്നിട്ട് ഇതൊക്കെ ചെയ്തു തരുന്നത്. ഇവൻസിൻ്റെ ഇതിൽ വലിയൊരു ടീമായിട്ടാട്ടോ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ കുറേ പേര് ഓഫീസിലാണ്, കുറേ പേര് റെൻ്റലും എടുക്കാനായിട്ടുള്ളത് പോകണം. അപ്പം അവരൊക്കെ ഓഫീസിലാണ്. ഞാനിപ്പോൾ ഇവിടെയാണ് ഉള്ളത്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അപ്ഡേറ്റ് കൊടുക്കാനും പറ്റും, ഇവിടുത്തെ വർക്ക് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒറ്റയ്ക്കായതൊക്കെ ബോറും അടിക്കുന്നുണ്ട് കേട്ടോ. എത്രയോ നേരം മൊബൈൽ നോക്കുക. കാരണം ഈ വർക്കിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? മൊബൈലാണ്. കാരണം നമുക്ക് ഇതിലാണ് അപ്ഡേറ്റ് ചെയ്യാനും വിളിക്കാനും ഒക്കെ പറ്റാനായിട്ട്. ഇതില്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. ഇവിടുത്തെ വർക്ക് അത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മൊബൈൽ ഫോൺ. ഇത് പിന്നെ എനിക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചുറ്റുപാടൊക്കെ വെറുതെ എടുത്തതാണ്. കാരണം കണ്ടില്ല, കുറേ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആ തണലിൽ നിൽക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചൂടിൽ എന്തായിരിക്കും അവസ്ഥ. അങ്ങനെയാണ് വിശേഷം. പിന്നെ കണ്ടോ, ഞാൻ സെൽഫിയൊക്കെ ഇങ്ങനെ ക്യാമറ കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയിരുന്നു ക്യാമറ ഓൺ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ഓഫീസിലെ സാധനം വന്നത്. പിന്നെ കുറേ ബിസി ആയിരുന്നു. പിന്നെ ഈ വർക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചെയർ വയ്ക്കുന്നു, സ്പേസ് കാരണം തിരിച്ച് വയ്ക്കലും എടുക്കലും. പിന്നെ കുറേ ടൈ പാക്സൊക്കെ കെട്ടി. ഇതാണ് കളർ തീം. ഇതൊക്കെ ഓരോ എന്താ പറയുക, വർക്ക് കുറേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ചെയ്യുമ്പോഴാണ് ലാസ്റ്റ് ഫൈനൽ ടച്ചിൽ ഫ്ലവർ കയറുന്നത്. ലാസ്റ്റ് പിന്നെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഭയങ്കര സ്പീഡാണ്. കാരണം നമുക്കിതിന് ആകെ കിട്ടിയതെന്ന് പറയുന്നത്, നമുക്ക് 3 മണിക്ക് ഹോള് കിട്ടിയിട്ട് നമ്മളൊരു 6 o'clock ആയപ്പോൾ തന്നെ എല്ലാം വൈൻഡപ്പ് ചെയ്തു. ഒരു 3 to 3.5 hours അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ആഞ്ഞു പിടിച്ച് ചെയ്ത ഒരു വർക്കാണ്. പിന്നെ എല്ലാത്തിനും ഓരോ ടീംസ് ഉണ്ട്, കുറേ ആൾക്കാരും ഹെൽപ്പിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിത് സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റി. ഈ വർക്കിന് ശേഷം അറിഞ്ഞൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, ക്ലയൻറ്റ് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഹാപ്പി ആയിരുന്നു എന്ന് ഞങ്ങളുടെ മാം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലേ ഇങ്ങനത്തെ സാധനം. ഇത് ഞാനും എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനടുത്ത് ഇടാട്ടോ. പിന്നെ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്നുള്ളത് പറയാട്ടോ. കുറേ പേരുടെ ഒരു എഫേർട്ടാണ് ഈ ഒരു വർക്ക്. നമ്മൾ ഇത്രയും നേരം ഹോളിനകത്ത് കണ്ടല്ലോ. അപ്പോൾ ഇതാണ് അവരുടെ എൻട്രി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സെറ്റപ്സും കാര്യങ്ങളും ഒക്കെ. എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. ഇതാട്ടോ ഞാൻ ചെയ്തത്. എനിക്കിപ്പോൾ പ്രോപ്പറായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ വർക്ക് വന്നിട്ട് ഹൈസിന്ത് ട്രിവാൻഡ്രത്താണ് കേട്ടോ. എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഹലോ ഗൈസ്, അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ ടയർഡാകത്തുമില്ല.
കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. അവിടെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1 hour കൂടി കഴിഞ്ഞാൽ വൈൻഡപ്പ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ പൊളിക്കുക, ലോഡ് കയറ്റുക, ഇവിടെ നിന്ന് പോകും. അത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഇവൻസിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സെറ്റപ്പ് ചെയ്യാനാണ് ഒരുപാട് സമയം. കാരണം നമ്മൾ ആ ഒരു പെർഫെക്ഷൻ സ്റ്റൈലിംഗ് ഒക്കെ നോക്കുന്നത്. പക്ഷെ അതേസമയം നമ്മൾ ഡിസ്മാൻറ്റിൽ ചെയ്യുമ്പോഴത്തേക്ക് നിമിഷ നേരത്താണ് ചെയ്യുന്നത് പൊതുവെ. കാരണം മറ്റേ 5 മണിക്കൂർ എടുക്കുമ്പോൾ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് 1.5 മണിക്കൂറിൽ 1 മണിക്കൂർ മതിയാവും മൊത്തത്തിൽ പൊളിച്ച്. പിന്നെ ലോഡിങ്ങിന് മാത്രമായിരിക്കും ടൈം എടുക്കുന്നത്. എല്ലാവരും ഒന്ന് ആഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തീരും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഇവൻസിലുണ്ടായ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നുമല്ല, നമുക്കൊരു ചാലഞ്ചിങ് ടൈമിങ് പോലെ ആയിരുന്നല്ലോ വർക്ക് ഇന്ന്. അപ്പം എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ശ്രദ്ധ അതിലോട്ടല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ ബിസി ആയിരുന്നു, ഓരോ ആൾക്കാരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പം ഇത്രയേ ഉള്ളൂ.